+2 ഫിസിക്സ് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നമസ്കാരം. പലരും ആവശ്യപ്പെട്ടനുസരിച്ച് ഫിസിക്സ് പ്രാക്ടിക്കലിന് ചോദിക്കുന്ന വൈവ ക്വസ്റ്റ്യൻസ് പലർക്കും സംശയമാണ്, സാറേ ഇടാവോ എന്ന് ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ചില ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. അത് തന്നെ ചോദിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, ആ മോഡലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാം. നമുക്ക് അടുത്തേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് വെർനിയർ കാലിപ്പേഴ്സ് ആണ്. വെർനിയർ കാലിപ്പേഴ്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വൈവായിക്ക് ചോദിക്കാൻ പറ്റുന്നത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് വെർനിയർ കാലിപ്പേഴ്സ്, അതിൻ്റെ യൂസ് എന്താണ് ചോദിച്ചേക്കാം. അപ്പം ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ലെങ്ത് വിത്ത് ആൻ ആക്യുറസി ഓഫ് 2 decimal points in centimeter. അതാണ് നമ്മുടെ അതിൻ്റെ യൂസായിട്ട് പറയാം. പിന്നെ വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട് എന്ന് ചോദിച്ചേക്കാം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് എന്ന് ചോദിച്ചേക്കാം. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് യുവർ വാച്ച് എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 second ആണ്. പിന്നെ വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് മീറ്റർ സ്കെയിൽ, അതിൻ്റെ 0.1 centimeter ആണ്. പിന്നെ give the equation of least count ചോദിച്ചേക്കാം. അതിൻ്റെ വാല്യൂ ഓഫ് 1 main scale division divided by number of divisions on vernier. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ജനറലായിട്ട് വെർനിയർ കാലിപ്പേഴ്സിൽ ചോദിക്കുന്നത്. പിന്നെ റെക്ടാംഗുലർ ബ്ലോക്കോ സിലിണ്ടറോ സ്ഫിയറോ ഒക്കെ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വോളിയം അതിൻ്റെ ഇക്വേഷൻസ് ഒന്നുകൂടെ വേണമെങ്കിൽ ചോദിച്ചേക്കാം. പ്രിൻസിപ്പിൾ പഠിക്കുന്നതായതുകൊണ്ട് ഇക്വേഷൻസ് പറയണമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. അത് വീണ്ടും വൈവായിട്ട് വേണമെങ്കിൽ ചോദിച്ചേക്കാം. അടുത്തത് സ്ക്രൂ ഗേജ് ആണ്. സ്ക്രൂ ഗേജ് ആദ്യം ചോദിച്ചേക്കാം. വാട്ട് ഈസ് ദ ലിസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ് എന്ന് ചോദിച്ചേക്കാം. എത്ര അതിൻ്റെ സ്ക്രൂ ഗേജ് ലിസ്റ്റ് കൗണ്ട്, അത് 0.01 millimeter ആണ്. പിന്നെ ചോദിച്ചേക്കാം വിച്ച് ഈസ് എൻ ആക്യുറേറ്റ് ഇൻസ്ട്രുമെൻറ്റ്, സ്ക്രൂ ഗേജ് ആണോ ഓർ വെർനിയർ കാലിപ്പേഴ്സ് എന്ന് ചോദിച്ചേക്കാം. അത് സ്ക്രൂ ഗേജ് ആണ്. വൈ എന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് കൗണ്ട് വളരെ കുറവാണ്, 0.01 millimeter ആണ്. ലിസ്റ്റ് കൗണ്ട് കുറയും തോറും ആക്യുറസി കൂടുതലാണ്. പിന്നെ ചോദിച്ചാൽ ഗിവ് ദ ഇക്വേഷൻ ഓഫ് ലിസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ് ചോദിച്ചേക്കാം. അത് നമ്മൾ ഒബ്സർവേഷൻസ് അത് കാൽക്കുലേഷൻസ് പഠിക്കുന്നതാണ്. ചോദിക്കുവാണെങ്കിൽ പിച്ച് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സ്കെയിൽ ഡിവിഷൻ, അതാണ് അതിൻ്റെ ഈക്വേഷൻ. സ്ക്രൂ ഗേജിനകത്ത് തന്നെ വേണമെങ്കിൽ ഒരു വയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പ്ലേറ്റിൻ്റെ വോളിയം, ഇലക്ട്രോണിൻ്റെ വോളിയം, അതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷനൊക്കെ വീണ്ടും വേണമെങ്കിൽ ചോദിച്ചേക്കാം. അതും പഠിച്ചുകൊണ്ട് പോവാം. അടുത്ത മൊമെൻറ്റ് ബാർ. മൊമെൻറ്റ് ബാറിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്, അത് ചോദിച്ചേക്കാം. അതായത് ഇൻ ഇക്വിലിബ്രിയം ഇതാ ടോട്ടൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് ഈസ് ഈക്വൽ ടോട്ടൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം എന്ന് പറയുക. പിന്നെ വാട്ട് ഈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ചോദിച്ചേക്കാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇറ്റ് ഈസ് an imaginary point ആണ്, അല്ലെങ്കിൽ ദ പോയിന്റ് ഓൾ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. സെൻറ്റർ ഓഫ് മാസ് ആണെങ്കിൽ ഓൾ മാസ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് ആണ് സെൻറ്റർ ഓഫ് മാസ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയോടെ ചോദിച്ചേക്കാം. റിങ്ങിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളിടത്ത് മാറ്റർ വേണമെന്ന് നിർബന്ധമില്ല, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് ഓർത്തിരിക്കുക. പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് സസ്പെൻഡിങ് ദ ബാർ ഫ്രം എ ത്രെഡ് എനി അതർ മെത്തേഡ് ടു ബാലൻസ് ഇറ്റ്. ഒരു ത്രെഡിൽ ബാലൻസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും മെത്തേഡ് ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചേക്കാം. പറ്റും. ദാറ്റ് ഈസ് യൂസിങ് എ നൈഫ് എഡ്ജ്. നൈഫ് എഡ്ജ് വഴി നമുക്ക് സ്കെയില് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ അത്രയുള്ള ക്വസ്റ്റ്യൻസ് മൊമെൻറ്റ് ബാർ എന്ന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. പിന്നീട് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്, അതിൻ്റെ പാരലോഗ്രാം ലോ അപ്പാരറ്റസ് ഉണ്ട്, അത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സ്റ്റേറ്റ് ദി ലോ ഓഫ് പാരലോഗ്രാം ഓഫ് വെക്ടേഴ്സ്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് ചോദിച്ചേക്കാം. ആ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് അത് പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഗീവ് ദി എക്സ്പ്രഷൻ ഫോർ റിസൾട്ടൻറ്റ് വെക്ടർ യൂസിങ് പാരലോഗ്രാം ലോ. അത് R ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A² + B² + 2AB cos θ. അത് ഒന്ന് ഓർത്തുകൊണ്ട് പോവുക. അതുപോലെ വാട്ട് ഈസ് വെക്ടർ ക്വാണ്ടിറ്റി, വാട്ട് ഈസ് എ സ്ക്വയർ ക്വാണ്ടിറ്റി, അതൊക്കെ അവിടെ ചോദിക്കാം. വെക്ടർ ക്വാണ്ടിറ്റി ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണ് വെക്ടർ ക്വാണ്ടിറ്റി. സ്ക്വയർ ക്വാണ്ടിറ്റി ആകുമ്പോൾ ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, അത് ഓർക്കുക. അടുത്ത ഹെലിക്കൽ സ്പ്രിങ് ചോദിക്കുകയാണെങ്കിൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹുക്സ് ലോ. വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അത് പഠിക്കുക. പിന്നെ ഗീവ് ദി
ടൈം പീരീഡ് ഓഫ് ഹെലിക്കൽ സ്പ്രിങ് എന്ന് ചോദിച്ചേക്കാം. ഒരു ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് T=2π/m/k. K എന്ന് പറഞ്ഞാൽ അവിടെ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഈസ് ദി മെഷർ ഓഫ് വെയിറ്റ് ഓഫ് ദി ബോഡി യൂസിങ് ഹെലിക്കൽ സ്പ്രിങ് ഈസ് ആക്യുറേറ്റ്. ഹെലിക്കൽ സ്പ്രിങ് മൂലം ഉപയോഗിക്കുന്നത് ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചേക്കാം. അതായത് വേരിയിങ് ആണോ എന്ന്. വേരി ചെയ്യാം. കാര്യം വെയിറ്റ് ആകുമ്പോൾ പ്ലേസ് ടു പ്ലേസ് ജിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് മാക്സിമം ടു പോൾസ് ആൻഡ് മിനിമം ടു ഇക്വേറ്റർ. അതും ചോദിച്ചേക്കാം. അതാണ് ഹെലിക്കൽ സ്പ്രിങ്ങിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് പ്രിൻസിപ്പിളിൽ പഠിക്കുന്നതാണല്ലോ, അപ്പോൾ അതും ചോദിക്കുന്നത് ഓർത്തിരിക്കുക. പിന്നെ സിമ്പിൾ പെൻഡുലം, അതും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വൈവായിട്ട് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ വാട്ട് ഈസ് ടൈം പീരീഡ് എന്ന് ചോദിക്കാം. ടൈം പീരീഡ് സിമ്പിളായിട്ട് ചോദിക്കും. ടൈം പീരീഡ് ഇത് ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. പിന്നെ വാട്ട് ഹാപ്പൻസ് ടു പീരീഡ് വെൻ ലെങ്ത് ഈസ് ഇൻക്രീസ് ഫോർ എ സിമ്പിൾ പെൻഡുലം. ലെങ്ത് കൂടുമ്പോൾ ടൈം പീരീഡിന് എന്ത് സംഭവിക്കും? പീരീഡ് ഇൻക്രീസസ്. കാര്യം T=2π/L/g ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. പിന്നെ വിൽ ദി ചേഞ്ച് ഇൻ മാസ് ഓഫ് ദി ബോബ് അഫക്ട് ദി പീരീഡ്. നമ്മുടെ ഹെവി മാസ് ബോഡി വേറെ ഒരു മാസ് ബോഡി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പീരീഡിനെ അഫക്റ്റ് ചെയ്യുകയാണ് വെച്ചേക്കുന്നത്. നോ, കാര്യം മാസിനെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദി പീരീഡ് വെൻ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച്. നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ഇങ്ങനെ ലാർജ് ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുവാണെങ്കിലും ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. നോ ചേഞ്ച്. ദെൻ ഹൗ ഡസ് എ പെൻഡുലം ക്ലോക്ക് റൺ ഇൻ സമ്മർ ആൻഡ് ഇൻ വിൻ്റർ. സമ്മർ സീസണിലും വിൻ്റർ സീസണിലും ഒരു പെൻഡുലം ക്ലോക്കിൻ്റെ ഓസിലേഷൻ ചോദിച്ചേക്കാം. അതായത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആൻഡ് ദ ക്ലോക്ക് റൺ സ്ലോവർ ഇൻ സമ്മർ ആൻഡ് വൈസ് വേഴ്സ ഇൻ വിൻ്റർ സീസൺ. അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ നമ്മൾ ചൂടുള്ള സമയത്ത് അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യും, ലെങ്ത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ടൈം പീരീഡ് കൂടും. ടൈം പീരീഡ് കൂടുക മീൻസ് അത് സ്ലോ ആയിട്ട് റൺ ചെയ്യും. ദെൻ വാട്ട് ഈസ് സെക്കൻഡ് പെൻഡുലം. അത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റനാണ്. സെക്കൻഡ് പെൻഡുലം എന്താണ്? ടൈം പീരീഡ് 2 ആയ പെൻഡുലമാണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം? അതിൻ്റെ 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആണ് ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം. ദി റെസൊണൻസ് ഓഫ് എയർ കോളം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് ഇയറിലെ എക്സ്പീരിയൻസ് റെസൊണൻസ് ഓഫ് എയർ കോളം. ചോദിച്ചേക്കാം വാട്ട് ഈസ് റെസൊണൻസ് എന്ന് ചോദിച്ചേക്കാം. വാട്ട് ഈസ് റെസൊണൻസ്? അത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ വേറൊരു ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വേറൊരു ബോഡി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്യാത്ത ബോഡി വൈബ്രേറ്റ് ചെയ്യും. അതാണ് റെസൊണൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ആ ഫ്രീക്വൻസി ഈക്വലായി വരുമ്പോൾ. ദെൻ വാട്ട് ഈസ് നോഡ്? ഇപ്പോൾ നോഡ് എന്താണെന്ന് ചോദിച്ചേക്കാം. അതിനകത്ത് നോഡും ആൻറ്റിനോഡും വരുന്നുണ്ടല്ലോ. നോഡ് എന്ന് പറഞ്ഞാൽ മിനിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സ്റ്റേഷനറി വേവിൻ്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. മിനിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നോഡ്. വാട്ട് ഈസ് ആൻറ്റിനോഡ് എന്ന് ചോദിച്ചേക്കാം. അത് ഈസ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. പാർട്ടിക്കിളിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആൻറ്റിനോഡ് എന്ന് പറയുന്നത്. Then give the relation connecting V, F and lambda, velocity, frequency and wavelength. V is equal to F lambda എന്ന് പഠിച്ച് പറയുക. Then what is the distance between two nodes or antinodes? രണ്ട് നോഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് wavelength പറയുവാണെങ്കിൽ അത് λ/2 ആയിരിക്കും. Then what is the distance between one node and antinode? അത് λ/4 ആയിരിക്കും. അത്രയും കാര്യങ്ങളും റെസൊണൻസ് ഓഫ് എയർ കോളത്തിൽ പഠിച്ച് വെക്കുക. അടുത്തത് സെക്കൻഡ് ഇയറിലെയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു, എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഇയറിൽ ഓംസിലോയ്ക്കകത്ത് മെയിനായിട്ട് ചോദിക്കുന്ന പാർട്ടി സ്റ്റേറ്റ് ഓംസിലോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് എ കൺട്രി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്. അല്ലെങ്കിൽ വെൻ ടി ഈസ് കോൺസ്റ്റന്റ് വി പ്രൊപ്പോർഷണൽ ടു ഐ. അത് ഓർത്തിരിക്കുക. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ചോദിച്ചേക്കാം. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ചോദിച്ചേക്കാം വോൾട്ട് ആണ്. പിന്നെ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. ദെൻ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? ഓം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കാം. അടുത്ത ഈസ് റെസിസ്റ്റിവിറ്റി ആൻഡ് റെസിസ്റ്റൻസ് സെയിം? റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി സെയിം ആണെന്ന് ചോദിച്ചേക്കാം. ഒരിക്കലും അല്ല. കാര്യം അത് സെയിം ആകുന്ന കേസിൽ ഈ യൂണിറ്റ് ലെങ്തിൻ്റെ കേസിൽ യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷനും യൂണിറ്റ് ലെങ്തും ആണെങ്കിൽ മാത്രമേ റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി ഈക്വൽ ആകത്തുള്ളൂ. അത് പഠിച്ചിട്ടുണ്ട്. R = റോയൽ ബൈ എ. ആ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. R = റോയൽ ബൈ എ. R = റോയൽ ആകണമെങ്കിൽ എല്ലും എയും 1 ആയിരിക്കണം. ദെൻ റൈറ്റ് 2 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അതായത് R പ്രൊപ്പോർഷണൽ ടു L ആൻഡ് R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ. ആ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും,
ഏരിയ ക്ലസ്റ്ററും കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുക ചെയ്യുന്നു. അടുത്ത ഇഫ് ഡബിൾ ദി ലെങ്ത് ഓഫ് സെയിം വയർ ഈസ് ടേക്കൺ വാട്ട് ഹാപ്പൻസ് വിത്ത് റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ എടുത്ത വയർ നമ്മൾ പ്രാക്ടിക്കൽ തരുന്ന വയറിൻ്റെ ഡബിൾ ലെങ്ത് എടുക്കുവാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കും? ആക്ച്വലി നമുക്കറിയാവുന്ന ആ ഡബിൾ ചെയ്യും, റെസിസ്റ്റൻസ് ഡബിൾ ചെയ്യും. ഇഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സെയിം വയർ ഈ ഡബിൾഡ് വാട്ട് ഹാപ്പൻസ് വിത്ത് റെസിസ്റ്റൻസ്. തന്നിക്കുന്ന സെയിം ലെങ്ത് ഉള്ള വയറാണ്, ക്രോസ് സെക്ഷൻ ഡബിൾ ചെയ്യുവാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കും? അത് ഹാഫ്ഡ് ആണ്, നേരത്തെ ഉള്ളതിൻ്റെ പകുതിയായിട്ട് ആവും. അതൊക്കെ സിമ്പിളായിട്ട് വൈവായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത കോൺകേവ് മിറർ. കോൺകേവ് മിറർ വാട്ട് ഇസ് റിലേഷൻ കണക്റ്റിംഗ് റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. അത് R is equal to 2F. R equals 2F അല്ലെങ്കിൽ F is equal to R/2. സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് അറ്റ് ഡാഷ്. ഒരു മിററിൽ സെയിം സൈസ്, ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ വെക്കുമ്പോഴാണ്. പിന്നെ വാട്ട് ഹാപ്പൻസ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് കിട്ടുന്നത്. വെൻ ഡസ് എ കോൺകേവ് മിറർ ഫോം എ വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് എപ്പോഴാണ് ഫോം ചെയ്ത് ചോദിച്ചേക്കാം. അതായത് ഒബ്ജക്റ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കൽ ലെങ്ത്. അവിടെ വെർച്വൽ ഇമേജ് ആയിരിക്കും. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. അതും കോൺകേവ് മിററിൽ ചോദിക്കാം. റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. സ്ക്രീനിൽ കിട്ടുന്ന ഇമേജാണ് റിയൽ, സ്ക്രീനിൽ കിട്ടാത്ത ഇമേജാണ് വെർച്വൽ. അപ്പോൾ ചോദിച്ചേക്കാം ഒരു പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജ് വെർച്വൽ ആണോ റിയൽ ആണോ? അതും വൈകാരിക്ക് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ഒരു പ്ലെയിൻ മിററിൽ നമ്മൾ കാണുന്ന ഇമേജ് അത് വെർച്വൽ ആണ്. അടുത്ത കോൺവെക്സ് ലെൻസ്. നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് മിററിലുള്ളത് തന്നെ കോൺവെക്സ് ലെൻസിൽ ചോദിച്ചേക്കാം. അതിങ്ങനെയാണ്. അടുത്ത റിലേഷൻ കണക്റ്റിംഗ് റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത് ചോദിച്ചേക്കാം. അതുപോലെ വാട്ട് ഹാപ്പൻസ് വെൻ ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എഫ്. അത് ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും ഫോം ചെയ്തത്. അതുപോലെ ഒരു കോൺവെക്സ് ലെൻസിനകത്ത് വെർച്വൽ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ വെക്കണം ഇൻ ബിറ്റ്വീൻ ഫോക്കൽ പോയിന്റ് ആൻഡ് ഓപ്റ്റിക് സെൻറ്റർ. ഇവിടെ ലെൻസിൻ്റെ കേസിൽ ഓപ്റ്റിക് സെൻറ്ററാണ്, മിററിൻ്റെ കേസിൽ പോളാണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ്? ഡയോപ്റ്റർ ആണ്. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് പവർ ഓഫ് എ ലെൻസ്? 1/4 ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ. അതൊക്കെ ചോദിച്ചേക്കാം. അതുപോലെ UV ഗ്രാഫ് വെച്ച് ഇക്വേഷൻ എന്തോ ചോദിച്ചേക്കാം. UV ഗ്രാഫ് ഫോക്കൽ ലെങ്ത് ഇക്വേഷൻ OA + OB/4 ആണ്. 1/U ആണെങ്കിൽ 2/OA + OB. അത് ഓർക്കുക, തിരിച്ചു പോകരുത്, പ്രത്യേകം ഓർക്കുക. അടുത്ത ലിക്വിഡ് ലെൻസ് ചോദിച്ചേക്കാം. ലിക്വിഡ് ലെൻസ്. വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ലിക്വിഡ് ലെൻസ്? ഒരു ലിക്വിഡ് ലെൻസിൻ്റെ ഷേപ്പ് ചോദിച്ചേക്കാം. ലിക്വിഡ് ലെൻസ് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ 2-3 ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് ആ ലെൻസ് വെക്കുക. ആ വാട്ടറാണ് ഒരു ലിക്വിഡ് ലെൻസിൻ്റെ ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊരു പ്ലാനോ കോൺകേവ് ലെൻസാണ്. പ്ലാനോ കോൺകേവ് ലെൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, മറിച്ചിരിക്കുക. ഹൗ ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലിക്വിഡ് ലെൻസ് കാൽക്കുലേറ്റർ? നമ്മൾ കോമ്പിനേഷൻ ഓഫ് ലെൻസ് വെച്ചാണ് 1/F is equal to 1/F1 + 1/F2 വെച്ചാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ F2 is equal to capital F F1 - F. അതിൻ്റെ ആൻസർ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്, അതും ഓർക്കുക. നെഗറ്റീവ് കിട്ടുന്നത് കൊണ്ട് എന്താ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചേക്കാം. നെഗറ്റീവ് കിട്ടാൻ കാരണം, നെഗറ്റീവ് കിട്ടുന്നത് നമുക്കത് കിട്ടുന്ന കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് നമുക്ക് വെർച്വലാണ് ഫോം ചെയ്യുന്നത്, റിയൽ അല്ല, വെർച്വലാണ്. അതുകൊണ്ടാണ് നമുക്കത് നെഗറ്റീവ് കിട്ടുന്നത്. അടുത്ത ഹൗ ഡസ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ലിക്വിഡ് ലെൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ്. അത് ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതാണ്. F1 പ്രപ്പോർഷൻ 1/n-1 ആണ്. 1/n-1 അല്ലെങ്കിൽ n-1 × F1 is equal to കോൺസ്റ്റൻറ്റ് n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതുപോലെ വാട്ട് ഡു യു മീൻ ബൈ സെയിങ് വിത്തൗട്ട് പാരലാക്സ് എന്ന് ചോദിച്ചേക്കാം. വിത്തൗട്ട് പാരലാക്സ് നമ്മളത് ഇമേജ് ഉണ്ടാക്കുന്ന വിത്തൗട്ട് പാരലാക്സ് ആണ്. അത് ചോദിക്കുവാണെങ്കിൽ ഫോർ ഓൾ വ്യൂവിങ് ആംഗിൾസ് ദ കോയിൻസിഡൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് വിൽ നോട്ട് ചേഞ്ച്. നമ്മളിങ്ങനെ പിന്നെ ഇങ്ങനെ ഇരിക്കുക, അങ്ങോട്ടോട്ട് മൂവ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നേരെ ഒന്നിച്ച് മൂവ് ചെയ്യുവാണെങ്കിലാണ് പാരലാക്സ് എറർ ഇല്ലാതിരിക്കുന്നത്. ഏത് ആംഗിൾ നോക്കിയാലും ആ ഇമേജ് സെയിമായിട്ട് തന്നെ മൂവ് ചെയ്യുക, അത് ഓർത്തിരിക്കുക. അടുത്ത പ്രിസമാണ്, ID കർവ് വരയ്ക്കുന്ന പ്രിസം. അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഈസ് സ്നെൽസ് ലോ. ചോദിച്ചേക്കാം. ദ സൈൻ ബൈ സൈൻ ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് ഇസ് കോൾഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്രിസം. പിന്നെ ചോദിച്ചേക്കാം വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ ഉണ്ട്. അത് നമ്മുടെ I1 is equal to I2 is equal to I ആണ്. R1 = R2 = R. ഒരു U ഷേപ്പ് ഗ്രാഫ് ഉണ്ട്, ഗ്രാഫിൻ്റെ ഷേപ്പും വൈവായിക്ക് ചോദിച്ചേക്കാം.
Then what is refraction? Refraction എന്ന് ചോദിച്ചേക്കാം. The bending of light when it enters from one transparent medium to another transparent medium. ഇതാണ് റിഫ്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. ഇത് മെയിനായിട്ട് മിക്കവാറും എല്ലാ കോമൺ ആയിട്ട് വെക്കുന്ന കുറച്ച് എക്സ്പീരിയൻസ് ആണ്. എല്ലാം ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഒരു ഷോർട്ട് ആക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത്. ഇത് ഒരു പ്രാവശ്യം കേട്ടുകൊണ്ട് പോവുക. ഇതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇത് തന്നെ ചോദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പ്ലസ് ടു ആൻഡ് പ്ലസ് വൺ ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.